മാറ്റുമെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ പറ. അവന്റെ നാമം ലെബനോനിലെ ദേവദാരുക്കളെ അതിന്റെ ധൂളി ഉരിഞ്ഞു കളയുമെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ പറ. അവന്റെ നാമത്തിന് മുൻപിൽ അവന്റെ അധരത്തിന് പുറപ്പെടുന്ന വചനത്തിന് മുൻപിൽ മലകൾ ഉരുകുമെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ പറ. ആ ദൈവത്തെയാ നീ സേവിക്കുന്നത്. അതുകൊണ്ട് നീ നിൽക്കുന്ന ഇടം, ആ നിൽക്കുന്ന ദേശം അറിയും നീ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മകനാണ്, മകളാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പറയുന്നു, നിങ്ങൾ സാധാരണ മനുഷ്യരല്ല. ആമേൻ പറ. നിങ്ങളാരും സാധാരണ മനുഷ്യരല്ല. ഇവിടെ പഴുവരെ ഇഷ്ടംപോലെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന മാമോദിസ സ്വീകരിച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ടാകുമായിരിക്കാം. അതല്ലെങ്കിൽ കുറച്ചൊരു അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ കുട്ടിച്ചാട്ടം സേവ ചെയ്യുന്ന പെരിങ്ങോട്ട് കരയോ അതുപോലത്തെ വലിയ കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം നിന്നോട് പറയാം, ഇതാണ് ഇത്രയും കൂടുതൽ അവിടെ കൊണ്ട കുട്ടിച്ചാത്തനല്ല ഈ ലോകത്തുള്ള ഏറ്റവും വലിയവർ. ഏറ്റവും വലിയവർ എന്ന് പറയുന്നത് നിന്റെ അകത്തിരിക്കുന്നവനാണ്. ആമേൻ പറ. കാരണം 1 യോഹന്നാൻ 1:4 വചനം പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ആരാ വലിയവനാണ്. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അത്രയും വലിയ ദൈവത്തെയാണ് നീ ക്യാരി ചെയ്യുന്നത്. ഹല്ലേലൂയ പറ. അങ്ങനെയാണെങ്കിൽ അത്രയും ലോകത്തിലുള്ളവനേക്കാൾ വലിയ ദൈവത്തെ ക്യാരി ചെയ്യുന്നത് നീ ചെറുതായിരിക്കുമോ? ഹല്ലേലൂയ പറഞ്ഞേ. നീ ചെറുതാകുമോ? നിങ്ങൾക്ക് ചെറുതാകാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിച്ചാൽ പോലും കൺട്രോൾ യുവർസെൽഫ്, യു കാനോട്ട്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ വളർച്ചയെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിന്റെ ദൈവം തളർച്ചയുടെ ദൈവമല്ല, നിന്റെ ദൈവം ചെറിയ ദൈവമല്ല, നിന്റെ ദൈവം ചെറുതാക്കുന്നവനല്ല, നിന്റെ ദൈവം ചെറിയവനാക്കുന്നവനല്ല, നിന്റെ ദൈവം വളരുന്നവനെ, വളർച്ചയുടെ ദൈവമല്ല, വളർത്തുന്നവനെ. ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ ദൈവം നിന്നെ അതിർത്തികളെ ഭേദിച്ച്, ഞാൻ പറയുന്നു കേട്ടോ, നിന്റെ ദൈവം നിന്നെ അതിർത്തികൾ ഭേദിച്ച് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് മാറ്റുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ ദൈവം അതിർത്തികൾ ഭേദിച്ച് നിന്നെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് മാറ്റുന്ന കർത്താവ്. ഹല്ലേലൂയ പറ. അപ്പുറം കൈ കൊടുത്ത് പറഞ്ഞേ, ഇന്ന് അതിരുകൾ ഭേദിക്കണം, ഇന്ന് അതിരുകൾ ഭേദിക്കണം. എല്ലാവരും കൈകൾ കൊടുത്ത് ഒന്ന് പുറകിൽ മുമ്പിൽ കൈ കൊടുത്ത് പറഞ്ഞേ, ഇന്ന് അതിരുകൾ ഭേദിക്കണം. എല്ലാവരും കൈ കൊടുത്ത് പറഞ്ഞേ, മുമ്പിൽ പുറകിൽ വശങ്ങളിൽ കൈ കൊടുത്ത് പറഞ്ഞേ, ഇന്ന് അതിരുകൾ ഭേദിക്കണം, ഇന്ന് അതിരുകൾ ഭേദിക്കണം. കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നവനെ ഒരു ചെറിയ മതകെട്ടിനകത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ പേര് കിട്ടി അവൻ അടച്ചിടാമെന്ന് പിശാച് വിചാരിച്ചാൽ പിശാചിന് തെറ്റിപ്പോയി. ആമേൻ പറ. കാരണം നിന്റെ കർത്താവിനെ ഒതുക്കാനായിട്ട് കല്ലറയ്ക്ക് പറ്റില്ലെന്നേ. ഹല്ലേലൂയ പറ. നിന്റെ കർത്താവിനെ ഒതുക്കാനായിട്ട് കല്ലറയ്ക്ക് പറ്റിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനെ സേവിക്കുന്ന, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന, അവനെ വിശ്വസിക്കുന്ന നിന്നെ ഒരു വേലിക്കെട്ടിനകത്തോ അതല്ലെങ്കിൽ രോഗത്തിനകത്തോ മരണം കൊണ്ടുവരുമെന്നോ ശാപം കൊണ്ടുവരുമെന്നോ പറഞ്ഞ് പിശാചിന് നിന്നെ അടക്കാൻ പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. നിന്റെ ദൈവത്തെ അടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ ക്യാരി ചെയ്യുന്ന, ആ ദൈവത്തെ സംഭവിച്ച് നടക്കുന്ന നിന്നെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ പറ. ഗ്ലോറിയ റബേനിയ. സാറ എന്ന പേരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനകത്തുണ്ടോ? സാറ, നിങ്ങളുടെ പേരുകളോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും സാറ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നെ അധികം പ്രായമില്ലാത്ത പെൺകുട്ടിയാണ് കർത്താവ് കാണിക്കുന്നത്. ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആരാ ഇവിടെ ഉണ്ടോ? കർത്താവ് കൈ വയ്ക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ജീവിതത്തെ ദൈവം ആന്റി നോക്കിക്കോ. അവളുടെ ജീവിതത്തെ ദൈവം ഇരുളിൽ നിന്ന് പകലിലേക്ക് ദൈവം മാറ്റുന്ന പോലെ അവളുടെ ജീവിതത്തെ കർത്താവ് മാറ്റും കേട്ടോ. ആമേൻ പറ. ഷൈജ ചേച്ചിയുടെ ആരാ സാറാ? ചേട്ടൻ്റെ മോള്. എന്നെ കർത്താവ് അവളുടെ ജീവിതത്തെ മാറ്റുമെന്ന് പറഞ്ഞു. രണ്ടാമത് അവളുമായി ബന്ധപ്പെടുന്ന സ്കിന്നിന്റെ ബുദ്ധിമുട്ടുകൾ ദൈവം സൗഖ്യമാക്കുമെന്ന് കേട്ടോ. ആമേൻ പറഞ്ഞു. ഹോളി സ്പിരിറ്റ്. അപ്പം അപ്പുറം കൈ കൊടുത്ത് പറഞ്ഞേ, അതിർത്തി ഭേദിക്കണം. നമ്മൾ തുടങ്ങിയിട്ടില്ല ഇതുവരെ. അതിർത്തി ഭേദിക്കണം. എങ്ങനെ അതിർത്തി ഭേദിക്കാൻ പറ്റും? നിങ്ങൾ എക്സൈറ്റഡ് ആണോ? നിങ്ങൾക്ക് എന്താണ് ഈ അതിർത്തി ഭേദിക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ ആഗ്രഹമുള്ള കൈ വയ്ക്കേ. ഹല്ലേലൂയ. നമ്മുടെ അതിർത്തി ഭേദിക്കുമ്പോൾ അതിന്റെ വഴികൾ ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ശുശ്രൂഷക്കാൻ കുറേ ദിവസം പ്രാർത്ഥിക്കുന്നു. ഒരു സബ്ജക്റ്റും കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ സാധാരണ കർത്താവ് സബ്ജക്റ്റ് തരും കേട്ടോ. എന്നിട്ട് അത് വെച്ചായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഒരു സബ്ജക്റ്റ് കിട്ടിയില്ല. ഇവിടെ വന്ന് ഇരിക്കുന്ന സമയത്ത് ഈ കയറുന്ന 2-3 മിനിറ്റ് മുന്നേ കർത്താവ് ഒരു സബ്ജക്റ്റ് പറഞ്ഞത്, അതിർത്തി ഭേദിക്കൽ. ഹല്ലേലൂയ പറഞ്ഞ. കഴിഞ്ഞ 2 കൊല്ലത്തിലേറെയായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന, കഴിഞ്ഞ 2 കൊല്ലത്തിലേറെയായിട്ട് ദൈവം എന്നോട് പറഞ്ഞിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് ഇവിടെ ഇതിൻ്റെ ഇനാഗ്രേഷൻ ഉദ്ഘാടനം നടത്താൻ പോകുക. ഹല്ലേലൂയ പറ. കർത്താവ് ഇന്ന് ആ ഒരു സബ്ജക്റ്റ് കർത്താവ് ഉദ്ഘാടിക്കാൻ പോകുന്നത്. എല്ലാവരും കടയിൽ വെച്ച് കർത്താവ് നമ്മളിവിടെ വന്നു നിന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കർത്താവ് ഇന്ന് ആ വിഷയത്തിലൂടെ പോകുമോ ഇല്ലയോ എന്ന് എനിക്ക് പിന്നെ ഒരു ഡൗട്ടായി. അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റ് വീണ്ടും അതിൽ തന്നെ വന്നു. ഹല്ലേലൂയ. അപ്പോൾ ഓർപ്പിച്ച കർത്താവിന് ചില അതിർത്തികൾ ഭേദിക്കാനുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ബൈബിൾ കൊണ്ടുവന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ? കണ്ടോട്ടെ ഞാൻ ബൈബിൾ കൊണ്ടുവന്ന എഴുതുന്നത്
ബൈബിൾ കൊണ്ടുവന്നവർ മാത്രം എഴുന്നേൽക്കുന്നേ. ഇനി ഇരിക്കുന്നവരെ